ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫൈനലി നമ്മൾ സ്വപ്നം കാണുന്ന കോളേജിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. വൈറ്റ് കോട്ടും സ്റ്റെത്തും ഇനി അധിക സമയമില്ല നമ്മുടെ അടുത്തേക്ക് എത്താൻ ആലോചിക്കുക. ഏറ്റവും നല്ല കോളേജിലേക്ക് നമുക്ക് പോവാൻ അധിക സമയമില്ല എന്ന് ആലോചിക്കുക. നിങ്ങളുടെ എക്സാം അല്ല നിങ്ങൾ സ്വപ്നം കാണേണ്ടത്, നിങ്ങൾ എത്തിപ്പെടുന്ന നിങ്ങളുടെ കോളേജാണ്. ആ കോളേജും അവിടെയുള്ള വൈറ്റ് കോട്ട് സ്റ്റെത്തോട്ട നിങ്ങൾ കാണേണ്ടത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം, നമ്മുടെ കയ്യിൽ വരുന്ന ചില മിസ്റ്റേക്സ് ആവാം നമ്മളല്ലാതാക്കി മാറ്റുന്നത്. 100% ഉറപ്പിച്ച് പറയാ, ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയ സ്ഥാപനം അത് ഈ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഡോക്ടർ JP's ക്ലാസ് തന്നെയാണ്. മക്കളെ, നീറ്റ് എക്സാമിങ് അടുത്തെത്തി. ഇനി നമ്മുടെ മുന്നിൽ 40 ദിവസങ്ങളും കൂടെ. ഈ 40 ഡേയ്സിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഈ പഠിക്കുന്നതല്ല ഇനിയുള്ള സ്മാർട്ട് വർക്ക് അടിപൊളിയാണെങ്കിൽ നമ്മളെ കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ദിവസങ്ങളിൽ നമ്മൾ വരുത്തി വെക്കുന്ന ചില തെറ്റുകളായിരിക്കും നമ്മുടെ നീറ്റിൽ നിന്ന് കിട്ടാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റിക്കളയുന്നത്. ഇപ്പം നിങ്ങളെല്ലാവരും പഠിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന കുട്ടികളാവും. അത്യാവശ്യം റിവിഷനൊക്കെ കഴിഞ്ഞ് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ. അതിനൊപ്പം തന്നെ കുറച്ച് പേരുണ്ടാവും, അതായത് ഇപ്പം ബുക്ക് എടുത്ത് നോക്കും, ആദ്യം ഫിസിക്സ് പഠിക്കാനിരിക്കും, അയ്യോ ഫിസിക്സ് അല്ല എനിക്ക് അത് പഠിക്കാനുണ്ട്, എന്നിട്ട് ബയോളജി എടുത്ത് നോക്കും, ബയോ പഠിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അയ്യോ അതല്ല കെമിസ്ട്രി എടുത്ത് നോക്കും. ഇങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും. വേറെ കുറേ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ, ഈ അവസാന സമയങ്ങളിൽ അത്യാവശ്യമൊക്കെ പഠിച്ച് സെറ്റായിട്ടുണ്ട്, ഒരു റൗണ്ട് റിവിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇത് മോക്ക് എക്സാംസ് ഇങ്ങനെ എഴുതുകയാണ്, ഇതിനിടയിൽ കൊണ്ടുവച്ചിട്ട് ഉള്ള അഡീഷണൽ മെറ്റീരിയൽസ് ഇങ്ങനെ പരതി പോകും. ചിലപ്പോൾ ഫിംഗർ ടിപ്സിലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും, അപ്പോഴതാ വേർഡ് ടു വേർഡ് ബുക്ക് വരുന്നത്, അപ്പോഴതാ അവിടെ അരിഹന്ത്, GRB, പ്രദീപ്, ദിനേശ്, ഇതെല്ലാം ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ ചെയ്യുന്ന കുറേ ആളുകൾ. MTGൻ്റെ അപ്പോഴും പറയുന്നത് എടാ MTGയിലെ കുറേ ചോദിക്കും, എറർലെസ് ചോദിക്കും. അങ്ങനെ മെറ്റീരിയൽ ഓരോന്ന് എടുത്തു വെക്കുന്ന ആളുകൾ. ചിലപ്പോഴും മുന്നേ ഒന്നും നമ്മൾ അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ അവസാന സമയം കിട്ടുമ്പോൾ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഇരുന്ന് പഠിക്കാൻ നോക്കുക. ഇനി അതുമാത്രമല്ല, NCERTക്കുള്ളിലുള്ള കണ്ടൻ്റൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ പുറത്തു നിന്നൊക്കെ പഠിക്കട്ടെ. ആ സാറേ ആ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ എനിക്ക് അത്രയും കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കുറേ NCERTക്ക് പുറത്തു നിന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇടയ്ക്ക് എക്സാംസ് ഒക്കെ വരുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ആ സാർ എടുത്ത് അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതൊന്നും NCERTയിലില്ല, പക്ഷേ എനിക്കപ്പോൾ എക്സാമിന് മാർക്ക് കുറഞ്ഞു വരുമല്ലോ, അതുകൊണ്ട് ഞാൻ അതും കൂടി ഇരുന്ന് പഠിക്കട്ടെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം, നമ്മുടെ കയ്യിൽ വരുന്ന ചില മിസ്റ്റേക്സ് ആവാം നമ്മളല്ലാതാക്കി മാറ്റുന്നത്. നമ്മുടെ MBBS എന്ന് പറയുന്ന സ്വപ്നം ഇല്ലാതാക്കാൻ ഈ അവസാന സമയത്തുള്ള നിങ്ങളുടെ റോങ് സ്റ്റഡി ആയിരിക്കും കാരണമാവുന്നത്. നിങ്ങൾ ആദ്യം ഒരു കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യുക, NCERTന്നേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ മക്കൾ എടുത്ത് നോക്കണം, NCERTക്ക് പുറത്ത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. NCERTന്നേ ക്വസ്റ്റ്യൻ ചോദിക്കൂ. അങ്ങനെ ആണെങ്കിൽ NCERT ഏറ്റവും നന്നായിട്ട് നമ്മൾ പഠിച്ചെടുക്കണം. അതല്ലാതെ കുറേ കാര്യങ്ങൾ പുറത്ത് പോയിട്ട് പഠിക്കുക എന്നുള്ളതല്ല ഇനി നമുക്ക് ചെയ്യാനുള്ളത്. NCERT ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുക. അല്ലാതെ ആ അധ്യാപകൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ അധ്യാപകൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, സോ ഞാൻ ആ ബുക്ക് മൊത്തം പഠിക്കണം, ആ നോട്ട്സ് മൊത്തം പഠിക്കണം, അതിലേ ചോദിക്കൂ, അങ്ങനെ ചോദിക്കൂ. അതുകൊണ്ട് അതൊക്കെ കൂടെ വാരി വലിച്ച് പഠിക്കാനുള്ള സമയമല്ല ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചെടുത്തിട്ട് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും നല്ല ഡ്രീം കോളേജിൽ, നമ്മൾ ഇത്രയും കാലം സ്വപ്നം കണ്ട കോളേജിലേക്ക് എത്തിപ്പെടുക. ആ വൈറ്റ് കോട്ട് സ്റ്റെത്തും നമ്മുടേതാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഓരോ ദിവസത്തെയും ഇനിയുള്ള ഓരോ ഒരുക്കങ്ങളും. അതുകൊണ്ട് എനിക്ക് മക്കളോട് പറയാനുള്ള കാര്യം, ഈ സമയങ്ങളിൽ നിങ്ങൾ എന്താണോ ഇത്രയും കാലം പഠിച്ചത്, നിങ്ങൾ ഏത് മെറ്റീരിയലാണോ ഇത്രയും കാലം റെഫർ ചെയ്തത്, ആ മെറ്റീരിയലിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, NCERTക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങൾ അതിലെ കുറേ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ ഇതുവരെ കാണാത്ത കുറേ മെറ്റീരിയൽ അവൻ്റെ അടുത്തും ഇവൻ്റെ അടുത്തും പോയിട്ട് എടാ നീ അത് തന്നെടാ, എടാ നീ ഇത് തന്നേന്ന് പറഞ്ഞിട്ട് അത് കുറേ ഇരുന്ന് പഠിക്കുക. ഇനി അതല്ല NCERTയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാനിനി കുറേ അഡീഷണൽ കാര്യങ്ങൾ വായിക്കട്ടെ. നിങ്ങൾ ആരും നീറ്റ് പ്രിപ്പറേഷന് വന്നത് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനോ, അല്ലാതെ കണ്ടന്റ് ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ അറിവ് സമ്പാദിക്കാനോ അല്ല നിങ്ങൾ ആരും വന്നത്. അറിവ് സമ്പാദിക്കല് അത് നമുക്ക് നീറ്റ് എക്സാം കഴിഞ്ഞിട്ട്. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. നമ്മളോട് മത്സരിക്കുന്ന ആളുകൾ ഈ കേരളത്തിൽ മാത്രം 1.5 ലക്ഷത്തിന് മുകളിലാണ്. ഈ 1.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ ഉണ്ടെന്നാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയാം 24 ലക്ഷത്തോളം കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്. ഇവരോട് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. ഇവരിൽ നമുക്ക് വേണ്ടത് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് എത്തണം. അങ്ങനെ നമ്മൾ എത്തണം എന്നാണെങ്കിലേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വേണ്ട കാര്യങ്ങൾ സിലബസിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സിലബസിൽ പറയുന്ന കാര്യങ്ങൾ, വേണ്ട കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് പഠിച്ചെടുക്കുക. എടുത്തു നോക്കണം. 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കണം. അതിൽ ചോദിക്കാത്ത എന്തിനാ പിന്നും പഠിക്കാൻ പോകുന്നേ?
പിന്നെ കുറേ ആളുകൾ പറയാനുണ്ട്, അല്ല ഈ പ്രാവശ്യം നമ്മുടെ എക്സാം കുറച്ച് ഈസി ആയിരുന്നില്ലേ, അതുകൊണ്ട് ചിലപ്പോൾ നീറ്റ് ടഫാവും. ഇങ്ങനെയൊക്കെയുള്ള ചില ടോക്കുകളുണ്ട്. നിങ്ങൾ എന്തിന് ഇതിൻ്റെ പിന്നാലെ പോകുന്നത്? പറയുന്നവര് പറഞ്ഞോട്ടെ, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുക. നമ്മൾ നമ്മുടേതായ രീതിയിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. എൻ്റെ കുട്ടികളെ വെറുതെ മണ്ടത്തരത്തിലേക്ക് പോകരുത്. നിങ്ങൾ നിങ്ങളുടെ വഴി, മുന്നേ നിങ്ങളുടെ വഴിയിലൂടെ നടന്നുപോയ കുറേ ആളുകളില്ലേ, ഇന്ന് ഏറ്റവും നല്ല ടോപ്പ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുറേ കുട്ടികളില്ലേ, അവരോടൊന്ന് ചോദിച്ചേ, അവരെന്താ മറുപടി പറയുന്നത് നോക്കിയേ. അവർ അവസാന സമയങ്ങളിൽ NCERT ഒതുങ്ങി നിന്ന് പഠിച്ചതാണോ, അതല്ല അവർ കുറേ ബുക്കുകൾ എടുത്തു വെച്ച് എല്ലാം ഇങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ട് ബെഡിൽ ഇങ്ങനെ നേരത്തെ ഇട്ടിട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് ഇങ്ങനെ പോയതാണോ എന്ന് ചോദിച്ചു നോക്കിയേ. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്തായിരിക്കും എന്നറിയോ? ഇന്ന് ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഓരോ കുട്ടികൾക്ക് തരുന്ന മറുപടി എന്ന് പറയുന്നത് അവസാനത്തെ 40 നാളുകളിൽ അവർ കഷ്ടപ്പെട്ട് പഠിച്ചേക്കുന്ന NCERT സിലബസിൽ നിന്ന് പഠിച്ചേക്കുന്ന കാര്യങ്ങളായിരിക്കും അവർ ഓരോരാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബയോളജിക്ക് NCERT പുറത്ത് ഒരു സാധനവും നമുക്ക് വേണ്ട. ആ ബുക്കുകൾ ഓരോ ലൈനിൻ്റെ ഉള്ളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ചാപ്റ്ററിലും 300-400 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ നീറ്റ് എക്സാമിലും കാണൂ. ഇനി അതല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ തിരിച്ചോ മറിച്ചോ ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പുതിയതായിട്ടൊന്നും കാണാൻ പോകുന്നില്ല. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന തന്നെ ചോദിക്കൂ, നിങ്ങൾ ചെയ്തത് തന്നെ ചോദിക്കൂ. ആദ്യം വേണ്ടത് ഉറച്ച് വിശ്വസിക്കുക, NCERT അതാണെന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾ ചോദിച്ചു നോക്കണം നിങ്ങളുടെ വഴിയിലൂടെ കടന്നു പോയ നിങ്ങളുടെ സീനിയേഴ്സിനോട്. ദാറ്റ് മീൻസ് ഇന്ന് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കണം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാത്തിനും ഒരൊറ്റ ഉത്തരം കിട്ടും. ആ ഉത്തരം എന്താണെന്നറിയോ? NCERT മതി, വേണ്ടാത്ത സിലബസിൽ നിന്ന് പുറത്തുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട, ഇതിനുള്ളിൽ ഒതുങ്ങി നിന്ന് ഏറ്റവും നന്നായിട്ട് പഠിച്ചെടുക്കാം. ഇതാണ് വേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം വരും. ആ സമയം 40 ദിവസം കഴിഞ്ഞിട്ടല്ല ഉണ്ടാവേണ്ടത്, ഇപ്പോഴാണ് റിയലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ വേണ്ടാതെ കുറേ മെറ്റീരിയലിന് പിന്നാലെ പോകുന്നതിന് പകരം നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്തെടുക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതേ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. എക്സാംസ് എഴുതിക്കൊണ്ടേയിരിക്കുക. ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിൽ ഇനി എക്സാംസ് എഴുതുക. ഇന്ന് ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയും നമുക്ക് 20 എക്സാംസ് മോക്ക് എക്സാംസ് എഴുതുക. ഈ 20ഓളം മോക്ക് എക്സാംസ് സീരിയസ്നെസ്സോടുകൂടി തന്നെ എഴുതണം. നമുക്ക് ഓരോ തവണ വരുന്ന മിസ്റ്റേക്സ് ബുക്സിലേക്ക് നോട്ട് ചെയ്തിട്ട് അത് വീണ്ടും റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഷോർട്ട് നോട്ടുകൾ, നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോയിന്റ് നോട്ടുകൾ, അത് ഉപയോഗിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ പഠിക്കുക. എന്താണോ മിസ്റ്റേക്സ് വരുന്നത്, ഇതുവരെ നിങ്ങൾ എഴുതി വെച്ച മിസ്റ്റേക്സ് ബുക്സ് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്സുകൾ എവിടെയാണോ പറ്റിയേക്കുന്നത് അത് ഒരു തവണയും കൂടെ വായിച്ചു നോക്കുക. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുന്നത്, ചിലപ്പോൾ അസർഷൻ റീസൺ ആണോ അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യും, സ്റ്റേറ്റ്മെന്റ് ആണോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യും. ഇനി അതല്ല ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യും. ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ മിസ്റ്റേക്ക് കൂടുതൽ വരുന്നത്, ഫിസിക്സ് ആണോ അങ്ങനെയാണ് ന്യൂമറിക്കൽസ് കുറച്ചും കൂടെ ചെയ്യാൻ നോക്ക്. ഇനി അതല്ല കെമിസ്ട്രി ആണോ, ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പോകണം. ഇനോർഗാനിക് ആണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, വായിച്ചിട്ട് കണ്ടന്റുകൾ നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കണം. ബയോളജി വായിക്കുന്ന പോലെ തന്നെ വായിക്കണം. ഇനി നിങ്ങൾ വന്നിട്ട് ഓർഗാനിക് ആണെങ്കിലോ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ എഴുതി തന്നെ മക്കൾ പഠിക്കണം. അങ്ങനെ തന്നെ പോയേ പറ്റൂ. ഫിസിക്സിൽ പ്രോബ്ലംസ് ചെയ്യാതെ വെറുതെ തിയറി വായിച്ചിരുന്നുകൊണ്ട് നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ബയോ ആണെങ്കിലോ NCERT ഇപ്പോഴും നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന സ്റ്റിക്കി നോട്ട്സ് എടുത്ത് നോക്കണം, നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോയിന്റ് നോട്ട്സ് എടുത്ത് നോക്കണം, നിങ്ങൾ NCERT വരഞ്ഞു വെച്ചേക്കുന്ന വരകൾ എടുത്ത് നോക്കണം. നിങ്ങൾ ഓരോ തവണ NCERT സൈഡിൽ എഴുതി വെക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഇങ്ങനെ കാച്ചി കുറുക്കി എടുത്തേക്കുന്ന പോയിന്റ്സ് എടുത്ത് വായിച്ചു നോക്കണം. ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫൈനലി നമ്മൾ സ്വപ്നം കാണുന്ന കോളേജിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഈ സമയത്ത് വീണ്ടും ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയാണ്, അൺവാണ്ടഡ് ആയ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ സമയമില്ല. മറ്റുള്ള ആളുകൾ എന്ത് പഠിക്കുന്നു അവരെന്ത് പഠിക്കുന്നില്ല എന്നുള്ള നോക്കാനുള്ള സമയം നമുക്കില്ല. നമുക്ക് നമ്മുടെ സമയം മാത്രമേ ഉള്ളൂ. വേറെ ആരെയും നമുക്കിപ്പോൾ ചിന്തിക്കാനില്ല. നമ്മൾ സെൽഫിഷ് ആയതുകൊണ്ടല്ല, നമുക്കതിനുള്ള സമയമില്ല. ഇനി നമ്മുടെ കാര്യങ്ങൾ നോക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങളുടെ പാരൻസിനെ ആലോചിക്കുക, അവർക്ക് വേണ്ടി പഠിക്കുക, നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക. നാളെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും അച്ഛനും അമ്മയ്ക്കൊന്നും കൊടുക്കാനല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പ്രൊഫഷനാണ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സെറ്റ് ചെയ്യാണ്. ആ ലൈഫിന് വേണ്ടിയിട്ട് പഠിക്കാൻ നോക്കുക. അല്ലാതെ വെറുതെ ഈ സമയം വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോയിട്ട് വേണ്ടാത്ത കണ്ടന്റുകൾ പഠിച്ചെടുത്ത് വേണ്ടാത്ത കുറേ കാര്യങ്ങളിൽ അറിവുണ്ടാക്കുന്നതല്ല ഇനിയുള്ള സമയങ്ങൾ ചെയ്യേണ്ടത്. നന്നായിട്ട് NCERT ഫോക്കസ്ഡ് ആവുക, നല്ല അടിപൊളി കുട്ടികളായിട്ട് പഠിച്ചെടുക്കുക. ഈ 40 ഡേയ്സിനെ 400 ദിവസങ്ങളാക്കി മാറ്റുക. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. നിങ്ങളുടെ പോയിന്റ് നോട്ട്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോവാതെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇനി നോമ്പ് സമയമാണ്, നോമ്പ് സമയത്തിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
ഹെൽത്ത് ഓക്കെ അല്ല എന്നാണെങ്കിൽ, ഹെൽത്ത് വീക്കാവുന്നുണ്ടെന്നാണെങ്കിൽ വീട്ടിലൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെയാണ് ഇനിയുള്ള നോമ്പുകൾ എന്താണെന്നുള്ള നിങ്ങൾ തീരുമാനമാക്കുക. ഇനി അതല്ല, നോമ്പുമായിട്ട് പൊരുത്തപ്പെട്ട കുട്ടികളായിരിക്കും, കുഴപ്പമില്ല. അങ്ങനെയാണ് ഇതാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നോമ്പൊക്കെ കഴിയും. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. നീറ്റ് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ സമയങ്ങളിലൊക്കെ പല കുട്ടികളെയും കാണുമ്പോൾ ഈ കണ്ണിനിടയിലൊക്കെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കാണാം. ഉറക്കം പ്രോപ്പറായിട്ടില്ല. ഉറങ്ങാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂല. ഉറങ്ങി നല്ല കുട്ടികളായിട്ട് നല്ല ഉറക്കമൊക്കെ ഉണ്ടായിട്ട് തന്നെ എഴുതിയാൽ മതി എക്സാം. എന്നാലും ഇതൊക്കെ ഇവിടെ സേവായി നിൽക്കൂ. അല്ലാതെ ഉറക്കമൊക്കെ കുറച്ച് ഞാൻ ഇനി ഇങ്ങനെ ഇരുന്ന് പഠിക്കട്ടെ, കാണുമ്പോൾ തന്നെ കണ്ണൊക്കെ ചുവന്ന് ഒരുമാതിരി കഞ്ചാവ് അടിച്ചതുപോലെ, അതല്ല വേണ്ടേ. നമ്മൾ അതിനല്ല ഇരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ വേണം നമുക്ക്. ഇതൊക്കെ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. സോ മക്കളെ, വീണ്ടും പറയാം, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വാക്കുകളേക്കാൾ ഉപരി നിങ്ങളുടെ വഴിയെ മുന്നേ പോയവരോട് നിങ്ങൾ വീണ്ടും ചോദിക്കുക. നിങ്ങളുടെ വഴിയെ മുന്നേ വന്നേക്കുന്ന എക്സാംസ് പേപ്പർ എടുത്ത് നോക്കുക. ഇതൊക്കെ തരുന്നത് ഒരൊറ്റ ഉത്തരാണ്, NCERT ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. വൈറ്റ് കോട്ടും സ്റ്റെത്തും ഇനി അധിക സമയമില്ല നമ്മുടെ അടുത്തേക്ക് എത്താൻ ആലോചിക്കുക. ഏറ്റവും നല്ല കോളേജിലേക്ക് നമുക്ക് പോവാൻ അധിക സമയമില്ല എന്ന് ആലോചിക്കുക. നിങ്ങളുടെ എക്സാം അല്ല നിങ്ങളെ സ്വപ്നം കാണേണ്ടത്, നിങ്ങൾ എത്തിപ്പെടുന്ന നിങ്ങളുടെ കോളേജാണ്. ആ കോളേജും അവിടെയുള്ള വൈറ്റ് കോട്ട് സ്റ്റെത്തോട്ട നിങ്ങൾ കാണേണ്ടത്. ഉറപ്പായിട്ടും അത് കാണാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ ഇനിയുള്ള സമയം നമുക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടൊന്നും പഠിക്കാൻ സമയം ഉണ്ടാവില്ല. നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും. നിങ്ങൾ വരും ഈ നീറ്റ് എക്സാമിന് ശേഷം ഇതേ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാൻ. അന്ന് നിങ്ങൾ വരണം, ഇപ്പൊ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട്. മക്കളെ, ഒരു കാര്യം കൂടെ അവസാന വാക്കുകളിലേക്ക് ഞാൻ നിങ്ങളെ എടുത്ത് കൊണ്ടുപോവാണ്. നമ്മുടെ ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ക്രാഷ് വരാൻ പോകുന്നത് 26-ാം തീയതിയാണ്. 26-ാം തീയതി ക്രാഷ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളെ കറക്റ്റായിട്ട് കുത്തിയിരുത്തി പഠിപ്പിക്കാനും നിങ്ങളെ കൂടെ ഇരുത്തി പഠിപ്പിക്കാനും പറ്റുന്ന അടിപൊളി ഫാക്കൽറ്റീസ്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഒരുമിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ക്രാഷ് പ്രോഗ്രാമാണ് JPSൻ്റെത്. ഇത് വരാൻ പോകുന്ന 26-ാം തീയതിയാണ്. ഇനി അധികം ദിവസങ്ങളില്ല. ഇന്ന് തന്നെ മക്കൾ അഡ്മിഷൻ എടുക്കേണ്ട താല്പര്യമുള്ള മക്കൾക്ക് അഡ്മിഷൻ എടുക്കുക. ഇവിടെ ക്രാഷ് പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം എടുത്തു പറയാം. JPC ഈ കഴിഞ്ഞ വർഷം കൊണ്ട് പ്രൂവ് ചെയ്തൊരു കാര്യമുണ്ട്. കേരളത്തിൽ ആദ്യത്തെ 20-നുള്ളിൽ JPCയിൽ ഒരു കുട്ടി വന്നു. ആദ്യത്തെ 100-നുള്ളിൽ 2 റാങ്കുകൾ 224 കുട്ടികൾ മാത്രം പഠിച്ച ഈ കേരളത്തിൽ ഈ കുഞ്ഞു സ്ഥാപനത്തിൽ നിന്നുണ്ടായി. ആയിരക്കണക്കിന് ആളുകളെ അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകളെ വെച്ചിട്ടല്ല JPC പോയത്. ഇവിടെ 10,000-കണക്കിന് ആളുകളുള്ള സ്ഥാപനത്തിൽ പോലും 20-നുള്ളിൽ റിസൾട്ട് ഇല്ല. ആയിരക്കണക്കിന് ആളുകളുള്ള സ്ഥാപനത്തിൽ പോലും 20-നുള്ളിൽ റിസൾട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ വെറും 224 കുട്ടികളുള്ള JPSന് ആദ്യത്തെ 20-നുള്ളിൽ റാങ്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ, പ്രഫുല്ല റഷീദ് ഇന്ന് ജിപ്മർ പോണ്ടിച്ചേരിയിൽ അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 55-ാമത്തെ റാങ്കോടുകൂടെ അഫ്ല ഇന്ന് എയിംസ് ഭുവനേശ്വറിൽ അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ടെന്നാണെങ്കിൽ, അത് JPSയിലെ ടീച്ചേഴ്സും ആ കുട്ടികളുടെ എഫേർട്ടും എല്ലാം കൂടെ ഒന്നിച്ച് നിന്നപ്പോൾ ഉണ്ടായ റിസൾട്ട് തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് ഇങ്ങോട്ട് വരാം. ഈ കഴിഞ്ഞ 4 വർഷങ്ങളിലും ആരൊക്കെ എന്തൊക്കെ അവകാശപ്പെട്ടാലും JPSന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുണ്ട്. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ശതമാനക്കണക്കിൽ ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കിയ സ്ഥാപനം അത് JPS തന്നെയാണ്. 100% ഉറപ്പിച്ച് പറയാം. ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയ സ്ഥാപനം അത് ഈ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഡോക്ടർ JPS ക്ലാസ് തന്നെയാണ്. ഈ കുഞ്ഞു കൊയിലാണ്ടിയിൽ ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ, കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ JPSന് സാധിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, അതിൻ്റെ പാട്ടാവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, ഈ ക്രാഷ് പ്രോഗ്രാം കൊണ്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ കൂടെ നിന്ന് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സ്കോർ തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. അതെല്ലാം നിങ്ങൾ ഈ +1ഉം +2ഉം അടിപൊളിയായിട്ട് പഠിച്ചല്ല സെറ്റായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാനും പറ്റും. ഇതെല്ലാം സാധിക്കാൻ JPSന്റെ ക്രാഷ് പ്രോഗ്രാം മാത്രം മതി. ഇനി ആലോചിച്ച് നിൽക്കാനില്ല. ഏറ്റവും നല്ല റിസൾട്ട് ഉള്ള സ്ഥലത്ത് തന്നെ മക്കൾ പഠിക്കണം. ഏറ്റവും നന്നായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങളെ കൂടെ നിന്ന് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ഹോസ്റ്റലിനുള്ളിലും നിങ്ങൾക്ക് ക്യാമ്പസിനുള്ളിലും നിങ്ങളുടെ ടീച്ചേഴ്സായി തോന്നുന്ന രീതിയിൽ, നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ്, നിങ്ങൾക്ക് എവിടെയാണോ പ്രശ്നങ്ങൾ, എവിടെയാണോ നിങ്ങളുടെ മിസ്റ്റേക്സ്, അതിനെ തിരുത്തി തന്നുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങളെത്താൻ സാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ JPSലുണ്ട്. നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി പകർന്ന് നിങ്ങളെ പറക്കാൻ സഹായിക്കാൻ ഇവിടെയുള്ള ഓരോ ഫാക്കൽറ്റീസിനും, ഇവിടെയുള്ള ഓരോ നോൺ ടീച്ചിങ് സ്റ്റാഫിനും, JPSന്റെ ഹോൾ ടീമിന് സാധിക്കുന്നുള്ളത് ഏറ്റവും വലിയ ഉറപ്പാണ്. ഓരോ ആഴ്ചയിലും നടക്കുന്ന ഓരോ ദിവസം ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നാളെ എക്സാംസ് ആയിട്ട് ചോദിക്കും. അതുകൂടാതെ ഓരോ വീക്കിലും മോക്ക് എക്സാംസ് നടക്കും. അതിൻ്റെ മോഡൽ എക്സാംസ്. അങ്ങനെ അവസാനം നമ്മളൊരു April 28 ആകുമ്പോൾ നമ്മുടെ പോർഷൻസ് ഒക്കെ തീർത്ത് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ
മോക്ക് എക്സാംസ്, അതായത് എന്താണോ നീറ്റ് എക്സാം നടക്കാൻ പോകുന്നത് അതുപോലുള്ള മോഡൽ എക്സാംസും കൂടെ നടത്തി നമ്മൾ മുന്നോട്ടേക്ക് പോകും. നല്ല മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മെൻറ്റേഴ്സ് ഉണ്ടാവും. നല്ല അടിപൊളി എക്സാംസ് ഉണ്ടാവും, നല്ല ആംബിയൻസ് ഉണ്ടാവും. നിങ്ങളൊരു വീട്ടിൽ എങ്ങനെയാണോ ഇരുന്ന് പഠിക്കുന്നത് അതിനേക്കാളും ബെസ്റ്റായിട്ട് നിങ്ങളെ കൂടെ നിർത്തിയിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സും എല്ലാം ഉണ്ടാവും. നിങ്ങൾ എന്തിനാ മടിച്ചിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങ് പോര് JPസിലേക്ക്, ഞങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ. നമുക്ക് ഒന്നിച്ച് പഠിക്കാം മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട്. ഓക്കെ മക്കളെ.